കലയുടെ പൂരപ്പുറമ്പായി കേരളത്തിന്റെ സാംസ്കാരിക നഗരി മാറിക്കഴിഞ്ഞു. പൂരം കളറാക്കുന്ന തൃശൂരുകാർക്ക് മറ്റൊരു പൂരമാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCT HSSൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കലോത്സവത്തിനായി ആദ്യമെത്തിയ സംഘം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ടീമിന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയുടെയും കെ രാജന്റെയും നേതൃത്വത്തിൽ വമ്പൻ സ്വീകരണമാണ് ഒരുക്കിയത്. കലോത്സവത്തിനായുള്ള കലവറ സജ്ജമാണ്. ഇന്ന് രാത്രി മുതൽ തന്നെ ഭക്ഷണം നൽകി തുടങ്ങും. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തവണത്തെയും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങുന്നത്. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് കലവറ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഫുഡെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞ പോലെ ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, ആരോഗ്യമുള്ള ഭക്ഷണം കുട്ടികളെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യകാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പ്രാവശ്യം ഇനി ഉൾപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. കാരണം എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികൾക്കൊരു ബോധം വേണം. 4000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനാകും. 5000 പേർക്ക് വരി നിൽക്കാനുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10,000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണിവരെ കലവറ പ്രവർത്തിക്കുമെന്നുമാണ് സംഘാടകർ അറിയിക്കുന്നത്. ചൂട് പ്രതിരോധിക്കാൻ ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പന്തലുകളാണ് കലോത്സവത്തിന് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാന വേദി ഉൾപ്പെടെ തേക്കിൻകാട് മൈതാനിയിലെ 3 പന്തലുകളും ഭക്ഷണ പന്തലുമാണ് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ ഒരുക്കിയിട്ടുള്ളത്. 45 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്തുള്ള തിരുവനന്തപുരം SP ഡെക്കറേഷൻസാണ് ഇക്കുറിയും പന്തൽ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് SP ഡെക്കറേഷൻസ് ഉടമ വിജയകുമാറും ആർക്കിടെക്റ്റായ മകൾ ഗ്രീഷ്മയും ചേർന്ന് കലോത്സവത്തിന്റെ പന്തൽ നിർമ്മാണം കരാറെടുക്കാൻ തുടങ്ങിയത്. ജനുവരി 14 മുതൽ 18 വരെ 25 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ കലോത്സവ വേദിയിൽ മാറ്റുരയ്ക്കും. രാവിലെ 10 മണിക്ക് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയും. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.